الحمد لله والسلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والوالدات يرضعن أولادهن حولين كاملين. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: نساء كاسيات عاريات مميلات مائلات رؤوسهن كأسنمة البخت المائلة ولا يجدن الجنة ولا يجدن ريحها وإن ريحها لتوجد كذا وكذا. رواه مسلم. صدق رسول الله صلى الله عليه وسلم. أيضا وقال النبي صلى الله عليه وسلم: الدنيا متاع وخير متاع الدنيا المرأة الصالحة. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മപങ്ങന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, സ്നേഹനദികളായ വിദ്യാർത്ഥികളെ, ഈ മഹത്തായ പ്രഭാഷണ വേദിയിലും പരിസരത്തും സംഗമിച്ചിരിക്കുന്ന ഇതര മതവിശ്വാസികളെ, എല്ലാവർക്കും വിനീതമായ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാലിൻ അൽഫ മറ. സർവലോക സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ കൊച്ചുവേദിയിൽ വരാനും നിങ്ങളുമായി സംസാരിക്കാനും കാണാനും അവസരം നൽകിയ അല്ലാഹുവിന് എല്ലാവിധ സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കപ്പെടുകയാണ്. ബഹുമാനമുള്ളവരെ, ഇവിടെ ദിവസങ്ങളോളമായി നടന്നുവരുന്ന ഒരു പരിപാടിയുടെ ഒരു ഭാഗമാണ് ഇന്ന് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി സി.എം. അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു മഹാനവർഗരുടെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ മയ്യത്ത് പരിപാലന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പരിപാടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഘടനയുടെ ഉദ്ദേശ ശുദ്ധിയെ പറ്റിയും ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും സവിസ്തരം പ്രാസംഗികന്മാർ പ്രതിപാദിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരാമുഖ
ഭാഷണത്തിന് ഞാൻ തുടക്കം കുറിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ, അനുപേക്ഷണീയമായ ഒരു വിഷയത്തെ അധികരിപ്പിച്ചുകൊണ്ടാണ് നമുക്കിന്നിവിടെ പ്രസംഗിക്കാനുള്ളത്. സ്ത്രീ പീഡനം, പരിഹാരം, കൊലക്കയറോ എന്നുള്ള ഏറ്റവും ആധികാരികമായ, ലേറ്റസ്റ്റായ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണമാണ് നടക്കാൻ പോകുന്നത്. വിഷയം വളരെ പ്രമാദമാണ്, വളരെ പ്രസക്തമാണ്. നമുക്കറിയാം, മീഡിയകളും പത്രമാധ്യമങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഓരോ ദിവസവും നമ്മുടെ കൊച്ചു രാജ്യത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്ത്രീ എന്ന് പറയുന്ന വിഭാഗത്തിന് നേരെ അതിക്രമങ്ങളും പീഡനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന അവകാശങ്ങളും ഇസ്ലാം സ്ത്രീയോട് നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളും അതാണ് നമുക്ക് ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ളത്. എക്കാലത്തും ഇസ്ലാമിന്റെ വിമർശകന്മാർ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സ്ത്രീ. അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീ ലംബടനാണെന്നും വികാരജീവിയാണെന്നും ധാരാളം സ്ത്രീകളെ വിവാഹം കഴിച്ച് ധാരാളം സ്ത്രീകളുമായി ദാമ്പത്യ ജീവിതം നയിച്ച ഒരു സ്ത്രീ മോഹിയാണ് പ്രവാചകനെന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ വളരെയധികം ശക്തമായി വിമർശനം ഈ മതത്തിന് നേരെ, ഇസ്ലാം മതത്തിന് നേരെ അഴിച്ചുവിടുകയുണ്ടായിട്ടുണ്ട്. കാലഘട്ടം സാക്ഷിയായിക്കൊണ്ട് തന്നെ പറയട്ടെ, വിമർശകരുടെ മുഴുവൻ നാവടക്കിക്കൊണ്ട്, വായടക്കിക്കൊണ്ട് ലോകമെന്ന് ഇസ്ലാമിന്റെ ആശയത്തിലേക്കും ഇസ്ലാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിലേക്കും ലോകത്തിന് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ എല്ലാ വിഷയത്തിലും കാണുന്നത് പോലെ സ്ത്രീയുടെ വിഷയത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം മതം സ്ത്രീയെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അതിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു തന്നെ പറഞ്ഞു. ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത് ഒരു പുരുഷനെയാണ്. അബൂന അബുൽ ബശർ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആദിമ മനുഷ്യനായ ആദം നബിയുടെ ഇടത്തെ വാരിയലിൽ നിന്ന് ഒരു വാരിയല് ഊരിയെടുത്തിട്ട് അതിൽ നിന്നാണ് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഉമ്മയായി തീരുന്ന ആദ്യത്തെ സ്ത്രീയായ ആദമിന്റെ ഭാര്യയായി തീർന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്ത്രീയുടെ കാര്യത്തിൽ നീ നിഷ്പക്ഷനായിരിക്കണം. കാരണം അതൊരു വളഞ്ഞ വാരിയല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ്. നീ അതിനെ വല്ലാതെ പിടിച്ച് നിവർത്താൻ നോക്കിയാൽ അത് പൊട്ടിപ്പോകും, വല്ലാതെ പിടിച്ചു വളക്കാൻ നോക്കിയാലും അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് സ്ത്രീയുടെ കാര്യത്തിൽ നീ നിഷ്പക്ഷനായിരിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയാനുണ്ടായ കാരണം സ്ത്രീയുടെ സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്ത്രീയും പുരുഷനും ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ, ഇനി മനുഷ്യൻ ശേഷിക്കുന്ന കാലഘട്ടം വരേക്കും സ്ത്രീ എന്താവണം, സ്ത്രീ ആരാവണം, സ്ത്രീക്ക് എന്തെല്ലാം അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, സ്ത്രീയുടെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് എന്താണ്, അവളുടെ സ്ഥാനം എന്താണ്, അതൊക്കെ വളരെ വ്യക്തമായി, വളരെ ആധികാരികമായി ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട മതമാണ് ഇസ്ലാം മതം. പ്രിയപ്പെട്ടവരെ,
ഇത് പറയുമ്പോൾ നമ്മൾ ഇസ്ലാം മതത്തിലെ സ്ത്രീയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്താകമാനമുള്ള സ്ത്രീയെ സംബന്ധിച്ച് സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് അപ്പുറം ലോകത്ത് സ്ത്രീയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന അവസരത്തിൽ സ്ത്രീ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ. 1400 കൊല്ലം മുമ്പ് സ്ത്രീ ആരായിരുന്നു? 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീക്ക് ലോകത്ത് അവകാശങ്ങൾ നേടിക്കൊടുത്തത്, ജീവിക്കാനുള്ള അവകാശം കൊടുത്തത്, അവരുടെ അവകാശങ്ങളും അതുപോലെ തന്നെ അവളുടെ ജീവിതവും വകവെച്ചു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാം മതമായിരുന്നു എന്ന് ആധികാരികമായി രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഏത് കാലഘട്ടത്തിലാണ് പ്രവാചകൻ സ്ത്രീകൾക്ക് നേരെ ശബ്ദിക്കുന്നതെന്നറിയോ? മനു എന്ന് പറയുന്ന ഒരു മഹർഷി ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനു എന്ന് പറയുന്ന ഒരു മഹർഷി വര്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, സ്ത്രീക്ക് എത്ര കണ്ട് സ്വാതന്ത്ര്യം നൽകാം? മനു പറഞ്ഞത്, പിതോ രക്ഷിത കൗമാരെ, ഭർത്തോ രക്ഷിത യൗവനെ, പുത്രോ രക്ഷിത വാർദ്ധക്യ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതാണ് മനുവിന്റെ സിദ്ധാന്തം. മനു മഹർഷി എന്താണ് പറയുന്നത്? പിതോ രക്ഷിത കൗമാരെ, ചെറുപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ പിതാവുണ്ട്, വാപ്പയുണ്ട്. ഭർത്തോ രക്ഷിത യൗവനെ, യൗവനപ്രായത്തിൽ പെണ്ണിനെ നോക്കാൻ ഭർത്താവുണ്ട്. പുത്രോ രക്ഷിത വാർദ്ധക്യ, വാർദ്ധക്യമാകുന്ന വയസ്സാകുന്ന സമയത്ത് പെണ്ണിനെ നോക്കാൻ പുത്രന്മാരും മക്കളുമുണ്ട്. അതുകൊണ്ട് ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത, ഇതിന്റെ അങ്ങപ്പുറത്ത് സ്ത്രീക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും അവകാശവും വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മനു മഹർഷി ലോകത്ത് ഉദ്ഘോഷിക്കപ്പെടുന്ന വേദം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ 1400 കൊല്ലങ്ങൾക്കപ്പുറം അറേബ്യയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞത്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വീബു വന്നിസാ. ഉറങ്ങല്ല. വയലിന് ഒരു 10,000-25,000 ഒക്കെ ആള് കൂടിയാൽ വയലിന് വരുന്നവർക്ക് സുഖമാണ്. കാരണം ഒരു 25,000 ആള് ഉള്ള വയലാണെങ്കിൽ ആ പ്രഭാഷകന് ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചുരുങ്ങിയ സദസ്സിൽ ഒരു വയൽ പറയുകയാണെങ്കിൽ ഓരോരുത്തരെയും ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഒരാളുടെ ചിന്ത വയലിന്റെ സദസ്സിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് വ്യക്തമായും ഒരു പ്രഭാഷകൻ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഉറങ്ങാൻ പാടില്ല. ഞാൻ വളരെ കുറച്ച് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വിഷയത്തെ സംബന്ധിച്ച് വളരെ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മുസ്ലിം സമുദായത്തിന് എക്കാലത്തും ആവശ്യമുള്ള ഇസ്ലാമിക പ്രവർത്തനം അത് പ്രബോധനം തന്നെയാണ്, പ്രഭാഷണം തന്നെയാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഉപദേശമാണ്. ഉപദേശത്തിനേക്കാൾ വലിയ ഒരു പ്രവർത്തനം ഇസ്ലാം മതത്തിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തും യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു സമുദായം എപ്പോഴും ഉണ്ടാവട്ടെ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ലോകത്തെ ഏറ്റവും പെർഫെക്റ്റ് സമുദായമാണ്. ആര്? മുസ്ലിങ്ങൾ. എന്തുകൊണ്ട്? തഅമുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ജനങ്ങളെ കൊണ്ട് നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ തടയുകയും ചെയ്യുന്നു. അപ്പൊ നിരന്തരമായി നിങ്ങൾ വയല് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി നിങ്ങൾ മതപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇസ്ലാം മതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം. അല്ലാതെ യുദ്ധമല്ല, ജിഹാദല്ല, സംഘടനമല്ല, പ്രകടനമല്ല, പിക്കറ്റിംഗ് അല്ല. ഇസ്ലാം മതത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വയല് പറയൽ തന്നെയാണ് കേട്ടോ. മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് എന്താണ്? നബിയെ, നിങ്ങൾ വയല് പറഞ്ഞുകൊണ്ടേയിരിക്കുക,
നിങ്ങൾ ഫദക്കിർ, നിങ്ങൾ ജനങ്ങൾക്ക് വഅദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വഅദ് കേട്ടുകൊണ്ട് ചിലപ്പോൾ 1,00,000 ആള് പങ്കെടുത്ത വഅദിൽ നിന്ന് ചിലപ്പോൾ 10 ആളാകുന്ന ഇരയാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വഅദ് കുറക്കാൻ പാടില്ല. ഫദക്കിർ, നിങ്ങൾ വഅദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങളുടെ വഅദ് കൊണ്ട് ഉപദേശം ശ്രദ്ധിക്കപ്പെടുന്നവർ അവർ സത്യവിശ്വാസികൾ മാത്രമാണ്. വഅദ് കേട്ടിട്ട് മാറ്റമുണ്ടാവൽ ആരുടെ ഹൃദയത്തിലാണ്? അല്ലാഹു തആല ഹിദായത്ത് കൊടുത്ത സത്യവിശ്വാസികൾ എന്ന് പറയുന്ന സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ മാത്രമേ വഅദ് കേട്ടിട്ടൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ ജഗബോഗം അങ്ങനെ വരും, കുറെ ആള് വരും, ജഗബോഗം അങ്ങനെ പോകും. ഇപ്പൊ വഅദിന്റെ വല്ല കുറവുണ്ടോ? വഅദിന് വരും, പള്ളിയിൽ വരും, നിസ്കരിക്കും, കള്ളും കുടിക്കും, പെണ്ണും പിടിക്കും. ജമാഅത്തിന് വല്ല കുറവുണ്ടോ? പൗരാണിക കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം മതവിശ്വാസങ്ങളൊക്കെ കൂടിയിരിക്കാൻ, വയലുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോ മീഡിയകളിലും മറ്റുമൊക്കെ വയലുകൾ, ഇന്റർനെറ്റിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വയല് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഏത് പ്രഭാഷകന്റെ വയല് വേണമെങ്കിലും ഇപ്പൊ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കേൾക്കാനുള്ള സംവിധാനമുണ്ട്. പല പല സംവിധാനങ്ങളുണ്ട്. മീഡിയകളിൽ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് എങ്ങനെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ജനങ്ങൾ ഈമാൻ വെച്ച് നോക്കുമ്പോ, വിശ്വാസം വെച്ച് നോക്കുമ്പോ, പഴയ കാലഘട്ടത്തെ ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തെ ജനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഈമാൻ കുറവുള്ള വിഭാഗമാണ്. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നേരത്തെ നമ്മളോട് പറഞ്ഞു തന്നൊരു ഹദീസ് ഉണ്ട്. മോനെ, ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന അന്ത്യനാളിനോട് അടുത്ത കാലഘട്ടം വന്നാൽ എന്റെ സമുദായം അധികരിച്ച ആളുകൾ ഉണ്ടാവും. എന്റെ സമുദായം അധികരിച്ച ആളുകൾ ഉണ്ടാവും. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. അവരിൽ നിന്ന് മുസ്ലിമീൻ എന്ന പേരല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ നിന്ന് അതിന്റെ റസ്മ്, അതിന്റെ അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും ശേഷിക്കാത്ത കാലഘട്ടം വരും. മുസ്ലിം എന്ന പേര് മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. ഖുർആനിൽ അതിന്റെ അക്ഷരങ്ങൾ മാത്രമേ ശേഷിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടം നിങ്ങളിൽ വരുമെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ മതവിശ്വാസം ആളുകൾക്ക് വർദ്ധിച്ച കാലമാണ്. സമുദായത്തിൽ അംഗസംഖ്യ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 98 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. 98 ലക്ഷം മുസ്ലിങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഇപ്പൊ മുസ്ലിം സമുദായ. ഇടവ സമുദായത്തെക്കാൾ മുസ്ലിങ്ങൾ മുന്നിലാണെന്ന് 2000 നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം, ഒറ്റ സമുദായം ഇടവ സമുദായമായിരുന്നു പണ്ട്. അതിനേക്കാൾ മുൻപന്തിയിൽ 2000 മുസ്ലിങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി. 2000 സർവേ പ്രകാരം 98 ലക്ഷം മുസ്ലിങ്ങൾ കേരളത്തിൽ അധിവസിക്കുകയാണ്. ലോകത്ത് 120 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ 18 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഈ മുസ്ലിങ്ങളുടെയൊക്കെ വിശ്വാസപരമായ കാര്യം പരിശോധിച്ചു നോക്കിയാൽ ആൾക്കൂട്ടങ്ങളുണ്ട്. പള്ളിയിൽ ആളുണ്ട്, നിസ്കരിക്കാൻ ആളുണ്ട്, ജമാഅത്തിനാളുണ്ട്, നോമ്പിനാളുണ്ട്, സദ്യ നടത്താൻ ആളുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആളുണ്ട്. പക്ഷെ വിശ്വാസമില്ല കേട്ടോ. ഈമാനില്ലാതെയായി പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗരാണിക ജനതയെ അപേക്ഷിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അത് വീണ്ടെടുക്കലാണ് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തെ സ്ത്രീക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകിയത് ഇസ്ലാം മതമാണ്. കണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനെ പറ്റി പറഞ്ഞൊരു ഹദീസാണ് ഞാൻ നേരത്തെ കൽപ്പിച്ചത്. എന്താ പ്രവാചകർ പറയുന്നത്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ. റസൂലുള്ളാഹി പറഞ്ഞ വാചകം നോക്കണം. നിങ്ങളുടെ ദുനിയാവ്, റസൂലുള്ളാഹിക്ക് ദുനിയാവ് ആവശ്യമില്ല. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിൽ നിന്ന്, നിങ്ങളുടെ ഭൗതിക ലോകത്തിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2 സാധനമുള്ളൂ. ഒന്ന് അത്തീബ്, അത്തർ, സുഗന്ധ വസ്തുക്കൾ. സുഗന്ധ വസ്തുക്കൾ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അത്തർ ആര് കൊടുത്താലും പ്രവാചകർ അത് മടക്കാറില്ല, സ്വീകരിക്കപ്പെടും.
റൈഹാൻ പുഷ്പം സംഭാവന ചെയ്താൽ അത് റിജക്ട് ചെയ്യരുതെന്ന് പ്രവാചകന്റെ ഹദീസ് നോക്കിയാൽ കാണാം. കാരണം അതൊരു സുഗന്ധം പരത്തുന്ന വസ്തുവാണ്. സുഗന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, എനിക്ക് ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആദ്യത്തെ വസ്തു അത്തറാണ്, സെന്റാണ്, സുഗന്ധ വസ്തുക്കളാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്ന് അറിയോ? വന്നിസാൽ, സ്ത്രീകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ അത് പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ പ്രവാചകന് സ്ത്രീകളെ പറഞ്ഞത് അത്തറിന്റെ സ്ഥാനത്താണ്. പ്രവാചകന് സ്ത്രീകളോടാണ് ഏറ്റവും അധികം ഇഷ്ടം എന്ന് പറഞ്ഞതിന് വേറൊരു വ്യംഗ്യാർത്ഥം നിങ്ങൾ കൽപ്പിക്കണ്ട. അത് വികാരത്തിന്റെ പേരിൽ പറഞ്ഞതല്ല, അത് കാമവികാരത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞതല്ല. പ്രവാചകൻ അത് പറയാനുള്ള കാരണവും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീ ആരായിരുന്നു? അവളുടെ സ്വാതന്ത്ര്യം എന്തായിരുന്നു? അവളുടെ അവകാശം എത്രത്തോളം ഉണ്ടായിരുന്നു? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. പെണ്ണ് എന്ന് പറയുന്ന ആ സാധനത്തിന്റെ അവസ്ഥ അതായിരുന്നു. വഇദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ, അറബികളിൽ നിന്ന് ആർക്കെങ്കിലും അവരുടെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നത് പെണ്ണാണെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ, അവരുടെ മുഖം കറുത്ത കളറായി മാറുന്നു, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. തന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നത് പെണ്ണാണെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ മുഖം കറുത്തു പോകുന്ന ഒരവസ്ഥ വന്നു പോകുന്നു. ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടണോ, അതോ കിടക്കപ്പായിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലണോ, അതോ വിഷം കലർന്ന ദ്രാവകം മണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് കൊല്ലണോ? പല മാർഗങ്ങളും ആലോചിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിലാണ് പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം. പെണ്ണ് ജനിക്കുന്നത് ശാപമായി തോന്നുന്ന കാലഘട്ടം. പെണ്ണ് സമുദായത്തിന്റെ നാശമായി തോന്നുന്ന കാലഘട്ടം. പെണ്ണിന് ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത കാലഘട്ടം. പെണ്ണിനെ വെറും കാമപൂരണ യന്ത്രമാക്കി, ഭോഗയന്ത്രമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അത്തർ പോലെ, സെന്റ് പോലെ, സുഗന്ധവസ്തു പോലെ എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പെണ്ണാണെന്ന്. നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെണ്ണ്, നിങ്ങൾ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന പെണ്ണ്, നിങ്ങൾ വിഷം കൊടുത്തു കൊല്ലുന്ന പെണ്ണ്, ആ പെണ്ണ് എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണെന്ന് ലോകത്ത് പറയാനുള്ള ചങ്കൂറ്റവും നെഞ്ചുറപ്പും കാണിച്ച ഏക മനുഷ്യനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇസ്ലാമിന്റെ പാരമ്പര്യ ചരിത്രം നോക്കിയാൽ സ്ത്രീയുടെ അവഗണന എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റും. മഹാനായ ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മജ്ലിസിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏത് പാപവും അല്ലാഹു പുറത്തു തരും. കള്ളു കുടിച്ചത് പുറത്തു തരും, വ്യഭിചരിച്ചത് പുറത്തു തരും, പലിശ വാങ്ങിയത് പുറത്തു തരും, അതുപോലെ തന്നെ കൊലപാതകം നടത്തിയത് പുറത്തു തരും. ഏത് മഹാപാപമാണെങ്കിലും അല്ലാഹു പുറത്തു തരും. പക്ഷേ അതിന് തൗബ, പ്രായശ്ചിത്തം ആവശ്യമാണ്. തൗബ ആവശ്യമാണ്. തൗബ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. ചെയ്തത് അബദ്ധമാണ്, മേലാൽ ഞാൻ അത്തരം പാപം ചെയ്യില്ല എന്നല്ല, ഹൃദയംഗമായിരിക്കുന്ന പ്രായശ്ചിത്തമുണ്ടോ ഏത് പാപവും അല്ലാഹു പുറത്തു തരും. ദഹിയത്തെ ആകട്ടെ, നീ എന്ത് പാപമാ ചെയ്തത്? ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു നബിയെ. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇത്ര സ്ത്രീകളെ ഒരാൾക്ക് ഉണ്ടാകാവൂ എന്നല്ല, 10, 20, 30, 40, 50 ഒക്കെ ഭാര്യമാരുള്ള ആളുകൾ ഉണ്ടാകും കേട്ടോ. അന്ന് കല്യാണം കഴിക്കുന്ന ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. ഭാര്യമാരെ പരസ്പരം കൈമാറിക്കൊണ്ട് വ്യഭിചരിക്കുന്നതൊരു ഫാഷനായി മാറിയ കാലഘട്ടമായിരുന്നു. ഭാര്യമാരെ പരസ്പരം കൈമാറിക്കൊണ്ട് വ്യഭിചരിക്കുന്ന ഫാഷൻ ഇപ്പൊ അതിലേക്കാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഭാര്യമാരെ പരസ്പരം കൈമാറി വ്യഭിചരിക്കുന്ന കാലം വരും. അതിന് ചൂട്ടുപിടിക്കുന്ന ചില സംവിധാനങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങള്?
മനോരമയുടെ ഒരു ചാനലുണ്ടല്ലോ, മഴവിൽ മനോരമ. ആ ചാനല് ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്താണ് ആ പരിപാടിയുടെ പേര്? വെറുതെ അല്ല ഭാര്യ. ഒന്ന് കണ്ടു നോക്ക്. എന്താണ് വിളിച്ചു പറയുന്നത്? ഒരുത്തൻ തന്റെ ഭാര്യയെ പറ്റിയിട്ടുള്ള മഹാത്മ്യം പറയുമ്പോൾ മറ്റൊരുത്തൻ മറ്റോന്റെ ഭാര്യയെ പറ്റിയുള്ള മഹാത്മ്യം. ഭാര്യ വെറുതെ ഇരുന്നുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യയുടെ ഷഡ്ഡിയും ബ്രൗസിയറൊക്കെ അലക്കിപ്പിക്കുന്ന പരിപാടി. വീട്ടിലെ കുട്ടികളുടെ ഉച്ഛിഷ്ടം ശുദ്ധിയാക്കി കൊടുക്കുകയും അവരുടെ മലം കൈകൊണ്ടെടുക്കുകയും മൂത്രം ശുദ്ധിയാക്കുകയൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടി. ഇനി അടുത്ത കാലത്താണ് ഭാര്യമാരെന്നെയാണ് ജഡ്ജിമാരും, ഭാര്യമാരെന്നെയാണ് ജഡ്ജിമെന്റും, ഭാര്യമാരെന്നെയാണ് കമന്റ് പറയുന്നവരും. അടുത്ത ഒരു കാലം ഒരൊറ്റ സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോയാൽ അബൂജാഹിലിന്റെയും മുത്തുബത്തിന്റെയും ഷൈബത്തിന്റെയും വലീദിന്റെയും നദർ ബിൻ ഹാരിസിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അബൂജാഹിലിന്റെ ഭാര്യ ഉത്തുബത്തിന്റെ കൂടെ, ഉത്തുബത്തിന്റെ ഭാര്യ ഷൈബത്തിന്റെ കൂടെ, ഷൈബത്തിന്റെ ഭാര്യ വലീദിന്റെ കൂടെ, വലീദിന്റെ ഭാര്യ നദർ ബിൻ ഹാരിസിന്റെ കൂടെ പരസ്പരം കൈമാറിക്കൊണ്ട് വ്യഭിചരിച്ചിരുന്നത് അറബികൾക്ക് ഒരു ഫാഷനായി മാറിയിരുന്ന കാലഘട്ടത്തിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി കൊടുക്കുന്നത്. വഇദാ ബുശ്റ അഹദുഹും ബിൽഉൻസാ ലല്ല വജിദഹു മുസ്വദ്ദൻ വഹുവ കദീം. കണ്ടോ? അതിലേക്കാണ് ഇപ്പോൾ ലോകം തിരിച്ചു പോകുന്നത്. ഇസ്ലാം മതം പറഞ്ഞിട്ടുണ്ട് വസയഊദു കമാ ബദഅ. ശേഷം ഉണ്ടായിടത്തേക്ക് തന്നെ കാര്യങ്ങൾ മടങ്ങിപ്പോകും. ഉണ്ടായിടത്തേക്ക് തന്നെ കാര്യങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ഹദീസിന്റെ ബാക്കി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ ഖാല റസൂലുള്ളാഹി. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞതാ വദഅൽ ഇസ്ലാമു ഗരീബ. ഇസ്ലാം ആരുമാരും സംരക്ഷിക്കാനില്ലാതെ അനാഥയായി വളർന്നു വന്ന മതമാണ്. വസയഊദു കമാ ബദഅ. പിൽക്കാലത്ത് അത് ആരുമാരും സംരക്ഷിക്കാനില്ലാതെ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ തിരിച്ചു പോകുമ്പോ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യഭിചാരം, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മദ്യപാനം, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊലപാതകം, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ, പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതൊക്കെ ലോകത്ത് സംജാതമാകും. അങ്ങനെ വസയഊദു കമാ ബദൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പെണ്ണിന്റെ അവസ്ഥയാണ് ഞാൻ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ പാപം ചെയ്ത ആളാണ്, എന്റെ പാപം അല്ലാഹ് പുറത്തു തരുമോ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ചെയ്തിരിക്കുന്ന പാപം എന്താ? ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരിൽ എനിക്ക് ധാരാളം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഏകദേശം 42 പെൺകുട്ടികൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരിലും കൂടി പ്രസവിക്കുമ്പോൾ തന്നെ പെണ്ണാണെന്നറിഞ്ഞ സമയത്ത് തന്നെ ആ പെൺകുട്ടിനെ കൊണ്ടുപോയി ജീവനോടെ കുഴിച്ചു മൂടൽ എന്റെ തൊഴിലായിരുന്നു. അങ്ങനെ 42ാമത്തെ പെൺകുട്ടി എനിക്കുണ്ടായി. ഞാൻ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി പോകുമ്പോ എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. തിരിച്ചു വന്നപ്പോ എന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്റെ ഭാര്യയോട്, നീ പ്രസവിച്ച കുഞ്ഞെവിടെയാ? കുഞ്ഞെന്തായിരുന്നു? ഭാര്യ എന്നോട് പറഞ്ഞു, പ്രസവിച്ചത് പെൺകുഞ്ഞായിരുന്നു. അതിനെ ജീവനോടെ ഞാനങ്ങ് കുഴിച്ചു മൂടി. ഞാനത് വിശ്വസിച്ചു. പക്ഷേ എന്റെ ഭാര്യ എന്നോട് പച്ചക്കള്ളം പറഞ്ഞതാണ്. ആ പ്രസവിക്കപ്പെട്ട പെൺകുഞ്ഞിനെ അവൾ അടുത്ത വീട്ടിലേക്ക് മാറ്റി താമസിച്ചു, വേറൊരാൾക്ക് വളർത്താൻ കൊടുത്തു. വേറൊരാളുടെ അധീനതയിൽ എന്റെ കുട്ടി വളർന്നു വലുതായി. അങ്ങനെ 16 വയസ്സുള്ള മകളായപ്പോൾ എന്റെ ഭാര്യ എന്നെ വിളിച്ചുകൊണ്ട് കൈപിടിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയാം.
പക്ഷേ എനിക്ക് നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടണം. ആ സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ അയാളെ ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയണം. ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഹുബ്നുൽ അലയാണ് സത്യം ചെയ്ത് പറയണം. അറബികൾ ആരാധിച്ചിരുന്ന വിഗ്രഹത്തിന്റെ പേരാണ് ഈ പറഞ്ഞതൊക്കെ. ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഹുബ്നുൽ അലയാണ്. സത്യം ചെയ്ത് പറയണം അവളെ ഉപദ്രവിക്കില്ല എന്ന്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായിട്ടില്ല, സഹാബിയായിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, ഭാര്യ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞാൻ ഉപദ്രവിക്കില്ല, നീ സത്യം പറ. ആ സമയത്ത് ദഹിയത്തിന്റെ ഭാര്യ പറഞ്ഞു പോയി, ദഹിയത്തെ, നിങ്ങൾ കച്ചവടത്തിന് പോയ സമയത്ത് ഞാൻ പ്രസവിച്ച പെൺകുട്ടിയുണ്ടല്ലോ, അതിനെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ അടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് അതിന് വാടകയ്ക്ക് നോക്കാൻ കൊടുത്തതാണ്. ആ കുട്ടി വളർന്ന് വലുതായി, ഇന്ന് 16 വയസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരണോ, നമുക്ക് പൊന്നോമന മകളെ പൊന്നോമനയായി നോക്കി വളർത്തണോ. നിങ്ങൾ ആ കുട്ടിയെ കൊല്ലരുത് കേട്ടോ. നിങ്ങൾക്ക് അഭിമാനത്തിന് ക്ഷതമുള്ളതായി നിങ്ങൾ കണക്കാക്കരുത് കേട്ടോ. ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി, എനിക്കൊരു പെൺകുഞ്ഞോ. അറബികൾക്ക് ഏറ്റവും അധികം ഷെയ്മകേടായിരുന്ന ഒരു പെണ്ണിന്റെ വാപ്പയാകുക എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുഞ്ഞിന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷെയ്മകേടായിരുന്നു. കണ്ടോ നിങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ പെണ്ണിയും തലതാറ്റിയിരുന്നു പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി പ്രസവിച്ച് റസൂലുള്ളാഹിനെ പ്രസവിച്ചപ്പോ തന്നെ ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറഞ്ഞൊരു പെണ്ണ്, അബൂലഹബ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ പേര് കേട്ടാൽ ലഅനത്ത് ചെല്ലേണ്ട, ഇസ്ലാമിന്റെയും റസൂലുള്ളാഹിന്റെയും കഠിന വിരോധിയായി തീർന്ന അബൂലഹബ് നബി തങ്ങളുടെ മൂത്താപ്പയാണ്, അബ്ദുല്ലാ എന്നവരുടെ ജ്യേഷ്ഠനാണ്. ആ പെണ്ണ് ചെന്നിട്ട് പറഞ്ഞു, അബൂലഹബേ, നിങ്ങളുടെ സഹോദരനായ അബ്ദുള്ളയുടെ ഭാര്യ ആമിന ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. ഇത് കേട്ട സമയത്ത് അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട്, അബീലഹബ് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ അടിമപ്പെണ്ണിൽ നിന്ന് മോചിതനെയാണ്. അടിമപ്പെണ്ണായിരുന്നു അവള്. അബൂലഹബ് പറഞ്ഞു, നീ ഇന്നു മുതൽ അടിമയല്ല, നീ സ്വതന്ത്രയാണ്. എന്താ കാരണം? എന്റെ സഹോദരന്റെ ഭാര്യ ഒരു ആൺകുട്ടിനെ പ്രസവിച്ചു എന്നുള്ള വാർത്തയല്ലേ നീ കൊണ്ടുവന്നത്? നേരെ മറിച്ച് പെൺകുഞ്ഞാനെ പ്രസവിച്ചു എന്ന് അറിഞ്ഞതെങ്കിൽ ചിലപ്പോ ആ പറഞ്ഞവളുടെ തല കാണുമായിരുന്നില്ല. അത്ര വലിയ ഷെയ്മകേടായിരുന്നു അറബികൾക്ക് പെൺകുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്, പെണ്ണിന്റെ വാപ്പയാകുക, പെണ്ണിന്റെ ഉമ്മയാകുക എന്നുള്ളത്, ആണിനെ പ്രസവിക്കുക, ആണിന്റെ വാപ്പയാകുക, ആണിന്റെ ഉമ്മയാകുക എന്നുള്ളത് അറബികൾക്ക് അഭിമാനമുള്ള കാലമായിരുന്നു. ബഹുമാനപ്പെട്ട ദഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ പ്രസവിച്ചു പോയ പെണ്ണുണ്ടല്ലോ, ആ പ്രസവിച്ചു പോയ എന്റെ ഭാര്യ പറഞ്ഞു, 16 വയസ്സായ എന്റെ മകളുണ്ട്, ഞാൻ സത്യം ചെയ്തു ഞാൻ അവളെ ഉപദ്രവിക്കില്ല. അപ്പോൾ എന്റെ ഭാര്യ 16 വയസ്സായ മകളെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്റെ മനസ്സിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു, എന്റെ 16 വയസ്സുള്ള മകൾ എനിക്കൊരു ഭാരമാണ്, ഒരു ശാപമാണ്. അവളെ കൊല്ലണം, അവളെ കൊല്ലണം, അവളെ കൊല്ലണം. അതിനുള്ള ചാൻസ് ഞാനിങ്ങനെ ചികഞ്ഞു നടക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ സമയം ഞാൻ എന്റെ മകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു യാത്ര പോവാനുണ്ട്. ഒരു ദീർഘമായ യാത്ര ബാപ്പക്കും മകൾക്കും വേണ്ടി പോകാനുണ്ട്. തന്ത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മകളെ വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്റെ കൂടെ ഒരു കക്കോട്ടും കരുതി വെച്ചിരുന്നു ഞാൻ. അതുകൊണ്ട് വലിയതായൊരു കുഴിയുണ്ടാക്കി. എന്നിട്ട് ഈറ്റപ്പനയുടെ ഒരു തൈ കൊണ്ടുപോയി എന്റെ മകളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ, നീ ആ കുഴിയിലങ്ങി ഇറങ്ങി നിൽക്കണം. നിന്റെ കൈ കൊണ്ട് ഈറ്റപ്പന ആ കുഴിയിൽ ഇറങ്ങി വെക്കണോ? നിന്റെ കൈ കൊണ്ട് ഈറ്റപ്പന നടണമെന്ന് പിതാവിന് ആഗ്രഹമുള്ളതാണ്. അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വൃക്ഷമാണല്ലോ ഈത്തപ്പഴം. അത് നടുക എന്ന് പറഞ്ഞാൽ അറബികൾക്ക് വലിയ പുണ്യമായ പ്രവർത്തനമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് മകളുടെ കൈകൊണ്ട് ഈത്തപ്പന വൃക്ഷം നടണം എന്ന് പറഞ്ഞൊരു ഈത്തപ്പനയുടെ തൈ മകളുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് ആ കുഴിയിലേക്ക് മകളെ തന്ത്രപൂർവം അങ്ങ് ഇറക്കി. എന്നിട്ട് ഈത്തപ്പനയുടെ തൈ നടുന്ന സമയത്ത് സ്വന്തം കയ്യിലുള്ള കക്കോട്ട് കൊണ്ട് മകളുടെ തലക്കൊരറ്റ അടിയങ്ങ് കൊടുത്തു. ആദ്യത്തെ അടി കൊണ്ടപ്പോഴേ ബോധക്ഷതമായി കൊണ്ട് നിലത്ത് വീഴുന്ന പെൺകുട്ടി കണ്ണുയർത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ അടിയടിക്കുകയാണ്, മൂന്നാമത്തെ അടിയും അടിക്കുകയാണ്. ആ കുഴിയിൽ കിടന്നുകൊണ്ട് ആ പെൺകുട്ടി അർദ്ധ ശ്വാസം നിലയ്ക്കുകയാണ്. മരണപ്പെട്ടു പോയ തന്റെ മകൾ ആ കുഴിയിൽ അങ്ങ് നിവർത്തി കിടത്തിയിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വാരി കൂമ്പാരമാക്കി വെച്ചിട്ട് ആ ഈത്തപ്പന തൈ തന്റെ മകളുടെ ശവത്തിന്റെ മുകളിൽ, മയ്യത്തിന്റെ മുകളിൽ, കബറിന്റെ മുകളിൽ നട്ടുപിടിപ്പിച്ചിട്ട് അവിടുന്ന് തിരിഞ്ഞു വന്നവനാണ് ഞാൻ നബിയേ. അതിന്റെ ശേഷം ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എനിക്ക് എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും എന്റെ മകളുടെ മുഖം എന്റെ കൽബിൽ ഓർമ്മ വരുന്നല്ലോ. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പാപം അല്ലാഹു പൊറുത്തു തരുമോ? എനിക്ക് പാപമോചനമുണ്ടോ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നത്? മഹാനായ ദിഹിയത്തുൽ ഖൽബ് റളിയല്ലാഹു അൻഹു 41 പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയതിന് ശേഷം 42ാമത്തെ തന്റെ പ്രിയപ്പെട്ട മകളായ 16 വയസ്സുള്ള മകളെ കക്കോട്ട് കൊണ്ട് അടിച്ചു കൊന്ന് കബറടക്കം ചെയ്യപ്പെട്ടിട്ട് ആ കബറിന്റെ മുകളിൽ ഈത്തപ്പനയുടെ തൈ നട്ടുപിടിപ്പിക്കപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ദിഹിയത്തുൽ ഖൽബ് വന്ന് പൊട്ടി കരയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ചെയ്തതെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു, മേലാൽ ചെയ്യില്ല എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ദിഹിയത്തെ ചെയ്തതെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. അത്ര വലിയ അഹങ്കാരികളായിരുന്നു അറബികൾ. അത്ര ഒരു സ്വാതന്ത്ര്യവും ഒരു ഫ്രീഡവും കൊടുക്കാത്ത കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീക്ക് സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. പ്രവാചകനെ വിമർശിക്കുന്നവർ ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറ്റം പറയുന്നു. ആലോചിക്കേണ്ട കാര്യമാണ്, ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്ത്രീക്ക് വേണ്ടി ശബ്ദിച്ചത്? അന്ന് ആർക്കും പെണ്ണിന് വേണ്ടി പറയാൻ ധൈര്യമില്ല. പെണ്ണിന് വേണ്ടി പറഞ്ഞവര് പടിയുടെ പുറത്താണ്. എത്രത്തോളം എന്നറിയോ? മെൻസസ് ഉണ്ടായ ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായ അവളെ പിന്നെ വീട്ടിൽ താമസിക്കില്ല, പടിയുടെ പുറത്താണ് അവളുടെ സ്ഥാനം. ഭാര്യയായാലും ഉമ്മയായാലും പെങ്ങളായാലും ആരായാലും മെൻസസ് ഉണ്ടായാൽ ആ പെണ്ണിനെ വീട്ടിൽ താമസിക്കില്ല, പടിയുടെ പുറത്താണ് അവൾക്കുള്ള സ്ഥാനം. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിനെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത് 7ാമത്തെ വയസ്സിലാണ്. അതൊക്കെ വലിയ കൺഫ്യൂഷനുള്ള കാര്യങ്ങളാണ്. 7ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ ഉത്ബുദ്ധ സമൂഹത്തിന് മുമ്പിൽ അത് പറയുമ്പോൾ സംശയത്തിന്റെ നൂലാമാലകളുടെ കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞു വരും. എക്സ്പ്ലാനേഷൻ ഇല്ലാതെ ചുരുക്കി പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല ഇത്. പക്ഷെ വിശദമായി പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ മെറിറ്റിലേക്ക് എത്തും. മണിക്കൂറുകൾ തന്നെ സംബന്ധിച്ചാലും തീരാത്ത ഏറ്റവും കാലിക പ്രസക്തമായ വിവാദമായ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ പ്രസംഗത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? ആയിഷ ബീവിനെ നബി തങ്ങൾ കെട്ടിയത് എത്രാമത്തെ വയസ്സിലാണ്? 7ാമത്തെ വയസ്സിൽ. പക്ഷെ 7ാമത്തെ വയസ്സിൽ ആയിഷ ബീവിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതം ആരംഭിച്ചില്ല. നബി തങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് 9ാമത്തെ വയസ്സിലാണ്. നബി തങ്ങൾ മരിക്കുമ്പോ ബഹുമാനപ്പെട്ട ബീബി ആയിഷ, എന്താ മെനം ഉണ്ടാതിരിക്കണ ബീബി ആയിഷ VVIP ആണ്. VIP കൂടിയല്ല, എക്സിക്യൂട്ടീവ് VVIP ആണ് ആയിഷ ബീവി. ഖദീജ ബീവിനെ കഴിഞ്ഞാൽ
അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മഹദ വനിത ബീബി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. തന്നെയുമല്ല, നബി തങ്ങളുടെ ഭാര്യമാരിലെ ഖദീജ ബീബി അടക്കമുള്ള നബി തങ്ങളുടെ ഭാര്യമാരിലെ ഏറ്റവും വലിയ പണ്ഡിത ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. 2500 ഹദീസ് അതിന്റെ സനദടക്കം ലോകത്ത് റിപ്പോർട്ട് ചെയ്ത വനിതയാണ് ബീബി ആയിഷ. അത്ര വലിയ പണ്ഡിത വേറെയില്ല. ആ ആയിഷ ബീവിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയാൻ മറന്നു പോകരുത് കേട്ടോ. ആ ആയിഷ ബീവി ചില്ലറക്കാരത്തിയല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവിക്ക് എത്ര വയസ്സാണ്? 17 വയസ്സ്. ഒരു +2 വിദ്യാർത്ഥിനിയുടെ പ്രായമേ ഉള്ളൂ അന്ന് ആയിഷ ബീവിക്ക്. ആ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് തലവെച്ചിട്ടാണ്. അതൊക്കെ സുദീർഘമായി സംസാരിക്കേണ്ട സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഇപ്പോ നമ്മുടെ നാട്ടിലെ വിവാഹ പ്രായം എത്ര? 18 വയസ്സാണ്. പെണ്ണിന് 18 വയസ്സ് തികയാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കൽ ക്രിമിനൽ കുറ്റമാണ്. മോനെ, നീ എവിടുക്ക കല്യാണം കഴിക്കാനാ? സമയമായിട്ടില്ല. അപ്പൊ 18 വയസ്സ് തികയാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കൽ ക്രിമിനൽ ഒഫൻസ് കേട്ടോ. പണ്ട് എങ്ങനെയായിരുന്നു? ഒരു 4 കൊല്ലം മുമ്പേ എന്നറിയോ നിങ്ങള്? പെണ്ണിന് 21 വയസ്സാവണമെന്നായിരുന്നു നിയമം. സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധിന്യായത്തിലൂടെ അതെടുത്തു മാറ്റിയിട്ട് പെണ്ണിന് 18 വയസ്സായാൽ മതി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. ആ ജഡ്ജിമെന്റിന്റെ വിശദീകരണം, കോടതിയിലെ ജഡ്ജിമാര് ആ ജഡ്ജിമെന്റിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമല്ല, പിന്നെ പക്വതയാണ് കണക്കാക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോ ചില ആൾക്കാരുണ്ടാകും മന്ദബുദ്ധികൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? 60 വയസ്സായിട്ടുണ്ടാവും, മന്ദബുദ്ധിയാണ്. 60 വയസ്സായിട്ട് എന്താ കാര്യം? 10 വയസ്സായ കുട്ടിയുടെ ബുദ്ധി പോലെ ഈ 60 വയസ്സായവനുണ്ടാവില്ല. അതുകൊണ്ട് ഏജ് അല്ല വിവാഹത്തിന്റെ കാര്യം, വയസ്സല്ല വിവാഹത്തിന്റെ കാര്യം, അത് പക്വത കൈവരിക്കലാണ്. ഈ അത്യന്താധുനിക യുഗത്തിൽ ഹൈ ടെക്നോളജി വർദ്ധിച്ച കാലത്തില് 48-49 വയസ്സായി എനിക്ക് ചിലപ്പോ ഒരു 12 വയസ്സായ കുട്ടിയുടെ വിവരം എനിക്കുണ്ടാവില്ല. പൊതുവെ നമുക്ക് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് ഈ ഇരിക്കുന്ന കുട്ടിയുടെ കയ്യിലൊന്ന് കൊടുത്തോക്കാം. അവൻ തന്നെ അഴിച്ച് ഫിറ്റ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് പീസാക്കിയിട്ട് പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് തരും. നമ്മളെ കൊണ്ട് അതിന്റെ ഓപ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ ആകെ 2-3 അറിയാമല്ലോ. ഓഫാക്കാനും ഓണാക്കാനും ഒന്ന് വിളിക്കാനും കൊടുക്കാനും ഒന്ന് അത്യാവശ്യം ഫീഡ് ചെയ്യാനും. ആ മൊബൈലിലുള്ള സർവ്വ ഓപ്ഷൻസും നമ്മുടെ 5 വയസ്സായ കുട്ടി കാണാപ്പാടാൻ വ്യത്യസ്തമാക്കി വെച്ചിരിക്കുക. കമ്പ്യൂട്ടർ അവന്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ കയ്യിൽ നെയ്യപ്പം കിട്ടിയതിനേക്കാൾ ചൂടപ്പം കിട്ടിയ ലാഘവത്തോടെ അവൻ അത് അരിച്ചു പരിച്ചു കുളിച്ച് കിഴിച്ച് എല്ലാം കൂടി നമ്മുടെ കയ്യിലൊരു ഉണ്ടയാക്കി തരും. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം അതിന്റെ മുമ്പിൽ ഇത് അടിച്ചാൽ പോലും ഒരു സൈറ്റിൽ കയറാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമാവില്ല. അപ്പൊ 12 വയസ്സായ കുട്ടിയുടെ ഒരു നോളജ് 48-കാരനും 50-കാരനുമായി 60-കാരനുമായി എനിക്കും നിങ്ങൾക്കും ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത് ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെ വളർച്ച കൊണ്ടുണ്ടായ മാറ്റമാണ്, ടെക്നോളജിയുടെ വളർച്ച കൊണ്ടുണ്ടായ മാത്രമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് വിവാഹം 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സിലേക്ക് ചുരുക്കിയപ്പോ ആ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് പറഞ്ഞത് വിവാഹത്തിന്റെ മാനദണ്ഡം പ്രായമല്ല കണക്ക് കൂട്ടുന്നത്, അത് പക്വത കൈവരിക്കലാണ്. അത് ലോകത്ത് ആദ്യം പറഞ്ഞ വ്യക്തി ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം ഇസ്ലാമിന്റെ മറ്റൊരു ചരിത്രം നോക്കിയാൽ കാണാം, ഖദീജ ബീവിനെ നബി തങ്ങൾ കല്യാണം കഴിക്കുമ്പോ റസൂലുള്ളാഹിക്ക് എത്ര വയസ്സാ? 25. ഭാര്യയാകുന്ന ഖദീജ ബീവിക്ക് എത്ര വയസ്സാണ്? 40. കണ്ടോക്കള്, ഇസ്ലാം രണ്ടും കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, ഏജ് ഓവറുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ ഇസ്ലാം മതത്തിൽ വിരോധമില്ല.
കാരണം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കല്യാണം കഴിക്കുമ്പോൾ പ്രവാചകർക്ക് 25 വയസ്സും ഭാര്യയാകുന്ന ഖദീജ ബീവിക്ക് 40 വയസ്സും പ്രായമുണ്ടായിരുന്നു. അത് തന്നെ വിധവയായിരുന്നു ഖദീജ ബീവി. നേരത്തെ ഒരാൾ കല്യാണം കഴിച്ചതിൽ 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഉമ്മയായിരുന്നു ഖദീജ ബീവി. ആ ഖദീജ ബീവിനെയാണ് നബി തങ്ങൾ ആദ്യമായി കൊണ്ട് കല്യാണം കഴിച്ചത്. കന്യകകളെ കിട്ടാത്തതിന്റെ പേരിലല്ല, സൗന്ദര്യമുള്ള പെൺകുട്ടികൾ മുഹമ്മദ് നബിക്ക് വശംവദരാകാൻ ആഗ്രഹിക്കാത്തതിന്റെ പേരിലല്ല. അള്ളാഹുവിന്റെ ഓർഡർ അങ്ങനെയായിരുന്നു. അതിന് പ്രത്യേകം കാരണങ്ങളുണ്ട്. ആ വിഷയത്തിലേക്കൊക്കെ പോയാൽ നമ്മുടെ വിഷയം എവിടെയും എത്തില്ല. അതുകൊണ്ട് ഞാൻ അതോടെ ക്ലോസ് ചെയ്തുകൊണ്ട് പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ആയിഷ ബീവിക്ക് 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 9ാമത്തെ വയസ്സിൽ വീട്ടിൽ 7 വയസ്സില് ഖദീജ ബീവിനെ ആയിഷ ബീവിനെ കല്യാണം കഴിക്കാൻ പോയപ്പോഴേ നിക്കാഹൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ ആയിഷ ബീവി കുട്ടികളുടെ കൂടെ കളിക്കുക. ചെറിയ കുട്ടിയാ. എന്താ കളിക്കുന്നത്? പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുക. അപ്പൊ ഭാര്യയായ ആയിഷ ബീവിക്ക് നബി തങ്ങൾ കൊടുത്ത കോംപ്ലിമെന്റ് എന്താണെന്നറിയോ? ഒരു പാവക്കുട്ടിയാ. ഒരു പാവക്കുട്ടിയാണ് ആയിഷ ബീവിക്ക് റസൂലുള്ള കളിക്കാൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ കുട്ടികൾക്ക് പാവയെ മേടിച്ചു കൊടുക്കാം. കളിക്കാൻ വേണ്ടി പാവക്കുട്ടികളെ, ബൊമ്മക്കുട്ടികളെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഇസ്ലാം മതത്തിനെതിരില്ല. കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് കളിക്കാൻ വേണ്ടി റസൂലുള്ള പാവക്കുട്ടികളെ കൊണ്ടുപോയി കൊടുത്തതായി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, 7 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആയിഷ ബീബിനെ റസൂലുള്ള 2 കൊല്ലം ഫ്രീ ആക്കി വിട്ടു. എന്നിട്ട് 9ാമത്തെ വയസ്സായപ്പോഴാണ് ഭാര്യ പദത്തിലേക്ക്, ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അപ്പോഴേക്കും ആയിഷ ബീവിക്ക് വലിയ മെച്ചൂരിറ്റി കൈവന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് ആയിഷ ബീവിയുടെ പ്രായം വെറും 17 വയസ്സ്. പ്രായം എന്ന് പറഞ്ഞാൽ ഒരു +2 വിദ്യാർത്ഥിനിയുടെ പ്രായം മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ മുഴുവൻ നേതാവായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണസമയത്ത് ഹാജറുള്ളവർ ആരൊക്കെയാണെന്നറിയോ? ഒന്നല്ലാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായ അബൂബക്കറുൽ സിദ്ദീഖ്. രണ്ടവിടെ ഹാജറുള്ളത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമത്തു സഹ്റ. മൂന്നാമതവിടെ ഹാജറുള്ളത് ആരാണെന്നറിയോ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനായ ഫാത്തിമയുടെ ഭർത്താവായ അലിയുൻ കറമഹുല്ലാഹ്. 4ാമതും 5ാമതും അവിടെ ഹാജറുള്ളവരാരാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഹസൻ വൽ ഹുസൈൻ. അള്ളാന്റെ റസൂലിന്റെ 2 പേരക്കുട്ടികളായ ഹസനും ഹുസൈനും ഉണ്ടവിടെ. റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ ഫാത്തിമയുണ്ടവിടെ. അലിയെ, മദീനയിലേക്ക് കടന്നു വരുന്ന കവാടം ഞാനാണെങ്കിൽ, മദീനയുടെ അറിവ് ഞാനാണെങ്കിൽ, അതിലേക്ക് കടന്നു വരുന്ന കവാടം അലിയാണെന്ന് അള്ളാന്റെ റസൂല് ഇൽമു കൊണ്ട് പ്രശംസിക്കപ്പെട്ട അലി ഇബ്നു അബീ താലിബ് ഉണ്ടവിടെ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു ചങ്ങാതിയുണ്ട്. എന്റെ സ്വർഗത്തിലും ദുനിയാവിലുമുള്ള ചങ്ങാതി അബൂബക്കറാണ്. അബൂബക്കർ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ ലോകത്ത് ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ മദ്ഹ് പറഞ്ഞ അബൂബക്കറുൽ സിദ്ദീഖ്. ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മരണസമയത്ത് ഹാജറുണ്ട്. ആരൊക്കെയുണ്ട്? ഫാത്തിമ ബീവി ഉണ്ട്, അലിയാരുണ്ട്, സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഹസൻ വൽ ഹുസൈൻ ഉണ്ട്. വമ്പന്മാരായി ഇവരൊക്കെ വേടുണ്ട്. പക്ഷേ റസൂലുള്ള തല വെച്ചിരിക്കുന്നത് 17 വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷ ബീവിയുടെ മടിയിലാണ്. നിങ്ങൾ ആലോചിക്കണം, എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഉമ്മമാർ ആലോചിക്കണം. അതിനുവേണ്ടി പറയുകയാണ്. ഈ സദസ്സിൽ ഹാജറുള്ള സകല മനുഷ്യരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കാണാൻ കഴിയാതെ യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ബാപ്പാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസൻ വൽ ഹുസൈൻ എന്ന് പറയുന്ന റസൂലുള്ള ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന രണ്ട് പേരക്കുട്ടികളുണ്ടല്ലോ, ആ രണ്ട് പേരക്കുട്ടികൾ രണ്ട് കൈയും തലയിൽ വെച്ച് കരയാണ്. വാ ജദ്ദാ, വാ ജദ്ദാ, ഞങ്ങളുടെ വല്യുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ പറ്റുന്നില്ല. ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലുമൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് നഖശിഖാന്തരം എതിർത്ത് പടപൊരുതിയ ധീരനിൽ ധീരനായ വില്ലാളി വീരനായ അലി ഇബ്നു അബീ താലിബ് ഉണ്ടല്ലോ, മനക്കട്ടിയുടെ ഉടമസ്ഥനായ മനസ്സിൽ നല്ല കടുപ്പമുള്ള വ്യക്തിയായ അലി ഇബ്നു അബീ താലിബ് കരയുകയാണ്. കാരണം മീശ മുളക്കാത്ത സമയത്ത് മുസ്ലിമായ വ്യക്തിയാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഹിജ്റ പറഞ്ഞയച്ച് വിരിപ്പിൽ കിടന്നുറങ്ങി. ഖുറൈശികൾ നേരം വെളുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പകരം അലിയാരെയാണ് കണ്ടത്. അങ്ങനെ സ്വന്തം ശരീരം അവിടെ പണയം വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മരിക്കാൻ തയ്യാറായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിലും വെള്ളം നിറച്ച് കരയുകയാണ്. എല്ലാവരും റസൂലുള്ളാഹിന്റെ മരണത്തിന്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരയാത്ത ഒരേ ഒരു വ്യക്തിത്വമേയുള്ളൂ. ഏതാണ് ആ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥയെന്നോ? ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു സിദ്ദീഖ. 17 വയസ്സ് പ്രായമുള്ള ആയിഷ ബീവി ഉണ്ടല്ലോ, അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മടിയിൽ കിടത്തിക്കൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന വെള്ളപ്പാത്രത്തിൽ അതാ ഒരു തുണിശീല മുക്കിക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ തല ഇങ്ങനെ തുടച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ആയിഷയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, യാ ആയിഷ, ഇന്നലിൽ മൗതില സക്കറാത്ത്, ഇന്നലിൽ മൗതില സക്കറാത്ത്. മരണത്തിന് കഠോരമായ വേദനയുണ്ടല്ലോ ആയിഷ, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടല്ലോ ആയിഷ എന്നിങ്ങനെ റസൂലുള്ള ആയിഷാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോ ലവലേശം ചഞ്ചലിപ്പില്ലാതെ മനസ്സുറപ്പിച്ചു വെച്ച പെണ്ണായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂലിന്റെ ശരീരം തടവിക്കൊടുത്തുകൊണ്ട് അവസാനം തന്റെ ശറഫാക്കപ്പെട്ട മടിയിൽ കിടത്തിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് റസൂലുള്ളാഹിനെ അന്ത്യശ്വാസം വലിപ്പിച്ച അത്രക്ക് മനക്കട്ടിയുള്ള പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങള് 7ാമത്തെ വയസ്സിൽ ആയിഷാനെ കല്യാണം കഴിച്ചിട്ട് 9ാമത്തെ വയസ്സിൽ ആയിഷാനെ ഭാര്യാഭരത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമാത്രം മനക്കട്ടിയുള്ള കോൺഫിഡൻസിന്റെ ഉടമസ്ഥയായ, അത്രമാത്രം പക്വതയുള്ള, അത്രമാത്രം വിവേകമുള്ള, അത്രമാത്രം ബുദ്ധിയുള്ള പെണ്ണായിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അല്ലെങ്കിൽ റസൂലുള്ളാഹി ആയിഷ ബീവിനെ 7ാമത്തെ വയസ്സിൽ കെട്ടില്ല കേട്ടോ. അതുകൊണ്ട് റസൂലുള്ളാഹി ആയിഷ ബീവിനെ 7ാമത്തെ വയസ്സിലാണ് കെട്ടിയത്. ഇനി ഞാനും 7ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞ് നടക്കില്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതൊരു ഉദാഹരണം. മഹാത്മാഗാന്ധി 14ാമത്തെ വയസ്സിലല്ലേ കല്യാണം കഴിച്ചത്? ആണല്ലോ പോനെ. മഹാത്മാഗാന്ധി 14ാമത്തെ വയസ്സിലാണ് പെണ്ണെട്ടിയത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എന്നാ എല്ലാവരും 14ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി, കോൺഫിഡൻസ്, അദ്ദേഹത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പരിജ്ഞാനം ഭാരതീയന്മാരിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറിയത്. അതുകൊണ്ട് ആയിഷ ബീവിനെ റസൂലുള്ള 7ാമത്തെ വയസ്സിൽ കെട്ടിയത് ബാലപീഡനമാണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ചില ഇസ്ലാമിന്റെ എതിരാളികളായ സയനിസ്റ്റ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അത് ബാലപീഡനമല്ല. 7 വയസ്സുള്ള ആയിഷ ബീവിയുടെ ബുദ്ധി 18 വയസ്സുള്ള ആളുടെ ബുദ്ധിയായിരുന്നു. 17 വയസ്സുള്ള ആയിഷ ബീവിയുടെ മനക്കട്ടി 60 വയസ്സുള്ള സിദ്ദീഖുൽ അക്ബറിന് ഉണ്ടായില്ല, യുദ്ധവീരനായ അലിയാർക്ക് ഉണ്ടായില്ല, പ്രിയപ്പെട്ട മകളായ ഫാത്തിമക്ക് ഉണ്ടായില്ല, പേരക്കുട്ടികൾ
കുട്ടികളായ ഹസനുൽ ഹുസൈനുണ്ടായില്ല. തന്റെ സ്വന്തം പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ കിടത്തിക്കൊണ്ട് ചഞ്ചലിപ്പില്ലാതെ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിപ്പിക്കാൻ ധൈര്യമുള്ള പെണ്ണ് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ വാത് കേൾക്കാൻ വന്നവരിലുള്ളത്? നമ്മുടെ ഭർത്താവിനെ മടിയിൽ കെട്ടിക്കൊണ്ട് കളിപ്പിച്ച് മരിപ്പിക്കാൻ ധൈര്യം പെണ്ണിനുണ്ടോ? ഭർത്താവ് മരിക്കാന്ന് പറഞ്ഞാൽ ആദ്യം അവള് ബോധം കെട്ടുപോയിട്ടുണ്ടാവും. ഭർത്താവ് മരിക്കാന്ന് പറയണ്ട, മാരകമായ സൂക്കടാണ്, അസുഖമാണ് ഭർത്താവിനെന്ന് പറഞ്ഞാൽ ഭാര്യ ആദ്യം ബോധം കെട്ടു വീഴും. അങ്ങനെയാണ് നമ്മുടെ 99% പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ആ അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായതുകൊണ്ടാണ് ആയിഷ ബീവിനെ റസൂലുള്ളാഹി 7ാമത്തെ വയസ്സിൽ കിട്ടിയത്. നബിയുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് വിമർശിക്കപ്പെടുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രം. നബി തങ്ങൾ ഏക ഭാര്യനെ മാത്രമേ കന്യകമുള്ള പെണ്ണിനെ കിട്ടിയിട്ടുള്ളൂ, അത് ആയിഷ ബീവി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ പെണ്ണുങ്ങളും മറ്റുള്ളവർ കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ചെയ്ത് ഒഴിവാക്കി ആരാരും ഏറ്റെടുക്കാനില്ലാത്ത സമയത്ത് അവർക്ക് താങ്ങും തണലുമായി പ്രവാചകൻ നിന്നതാണ്, അല്ലാതെ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയല്ല. 85 വയസ്സുള്ള ആൾക്ക് ഉറക്കില്ല, 25-30 ഇടയിലുള്ള യുവാവിനാ ഉറക്ക് വരുന്നത്, ചെറു കുട്ടികൾ ഉറങ്ങുന്നില്ല. ഇവരൊക്കെയാണ് ഇപ്പോൾ ഉറങ്ങേണ്ട സമയം. ഇങ്ങനത്തെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ ഉറക്ക് വന്നാൽ എന്ത് ചെയ്യണം? അതിന്റെ മസാല ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഇവിടെ അല്ല, എവിടെ അങ്ങനെ പ്രയോഗിക്കണം കേട്ടോ മോനെ. ഒന്ന്, വഅലിന്റെ മജ്‌ലിസിലോ ദിക്റിന്റെ മജ്‌ലിസിലോ സലാത്തിന്റെ മജ്‌ലിസിലോ ദുആയുടെ മജ്‌ലിസിലോ ഇരിക്കുമ്പോൾ ഉറക്ക് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആ സീറ്റ് മാറിയിരിക്കണം. ഇതിന്റെ വകയല്ല, ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ ഹദീസാണ് കേട്ടോ. ആദ്യം വേണ്ടത് ഉറക്ക് വരുന്നുണ്ടെങ്കിൽ ആ കസേരയിൽ നിന്ന് നീക്കുക, അവിടെ നിൽക്കുക, മറ്റവനോട് പറയാം നീ ഇങ്ങോട്ടിരിക്കുന്നു പറയാ, ആ കസേര ചേഞ്ച്. എന്നിട്ടും ഉറക്ക് വരികയാണോ വേണ്ടത്? അവിടുന്ന് എഴുന്നേറ്റ് പോയി ഒരു വുദു ചെയ്ത് വന്നിരിക്കണം. പരിപൂർണമായ വുദു ചെയ്യണം. എങ്ങനെങ്കിലും വുദു ചെയ്താ പോരാ. അപ്പൊ പരിപൂർണമായ വുദുവും പരിപൂർണ അല്ലാത്ത വുദു ഉണ്ടോ? അങ്ങനെ ഉണ്ട്, 2 വുദു ഉണ്ട്. എളുപ്പം ഫർള് മാത്രം ചെയ്ത് വുദുണ്ടാക്കാം. ഒരു പ്രാവശ്യം കയ്യുക, ഈ കയ്യൊരു പ്രാവശ്യം, ഈ കയ്യൊരു പ്രാവശ്യം, തല പ്രാവശ്യം, ചെവി പ്രാവശ്യം, മുഖൊരു പ്രാവശ്യം, കാലില 2 പ്രാവശ്യം വുദുവായി. പക്ഷെ സുന്നത്തുകളായ ചെവി തടവ്, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിലോട്ട് വെള്ളം കയറ്റിയിട്ട് അത് പിഴിഞ്ഞു കളയാ, അതുപോലെ കാല് നിവർത്തി നീട്ടിക്കഴുകുക, കൈയൊക്കെ 3 വട്ടം കഴുകുക, മുഖം 3 വട്ടം കഴുകുക, തല നീട്ടി തടവുക, ഇതൊക്കെ സുന്നത്താണ്. ഇതൊക്കെ ചെയ്ത വുദുവിനാണ് പരിപൂർണമായ വുദു എന്ന് പറയാ. അപ്പൊ ഒരു സുന്നത്തും വിട്ടൊഴിയാതെ എല്ലാ സുന്നത്തുകളും കൊണ്ടുവന്ന പരിപൂർണമായ ഒരു വുദു ചെയ്ത് നീ അവിടെ വന്നിരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ആദ്യം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സീറ്റ് മാറിയിരിക്കണം. എന്നിട്ടും ഉറക്ക് വരികയാണെങ്കിൽ പുറത്തു പോയിട്ട് ഒരു വുദു ചെയ്ത് അവിടെ വന്നിരിക്കണം. എന്നിട്ടും ഉറക്ക് വന്നാലോ? അവിടെയാണ് ചോദ്യം. ഇവിടെ ഇപ്പൊ ഇത് 2 ചെയ്ത ആൾക്കാർ ഇവിടെ ഇല്ല കേട്ടോ. ഉറക്ക് പിന്നെയും വരും. ഉറക്ക് അങ്ങനെയാ. ചിലപ്പോ ചില ഉറക്കനെ തല്ലി ഓടിച്ചാലും പോകില്ല, വന്നുകൊണ്ടേയിരിക്കും. ഞാൻ കൊടകിലേക്ക് വാതിന് പോകുമ്പോ, കൊടക് കർണാടക സ്റ്റേറ്റിൽ കൊടക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വിരാജ്പേട്ട ഹൈ റേഞ്ച് കയറിയിട്ട് വേണം അങ്ങോട്ട് വാതിന് പോകാൻ. അങ്ങോട്ട് വാതിന് പോകുമ്പോ ഒറ്റക്കുള്ള യാത്രയല്ലേ, കൂടെ ഒരുത്തനെ കൊണ്ടുപോകാന്ന് വെച്ചു. 2 ആളെ കൂടെ കൂട്ടി. സെക്യൂരിറ്റി എന്തിനാ? വാതിൽ കഴിഞ്ഞ് എനിക്ക് തിരിച്ചിങ്ങോട്ട് ചൊര ഇറങ്ങി വരണം, രാത്രിയാണ്. മനുഷ്യ സഹായം ആവശ്യം വേണ്ടി വന്നാലോ, അവിടെ വൈൽഡ് അനിമൽസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. റോട്ടിൽ ചിലപ്പോൾ ആന ഉണ്ടാവും, മറ്റേതുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രൈവറെ ഞാൻ ഉറങ്ങിപ്പോയാലോ. അതുകൊണ്ട് ഡ്രൈവറുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഡ്രൈവറെ ഉറക്കാതിരിക്കാനും ഒരു പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് 2 ആളെ കൊണ്ടുപോയി. 2 ആളെ കൊണ്ടുപോയിട്ട് അവരെ കൂടെ ഇരുത്തി വാതിൽ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്തെത്തി. മാക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കേരളത്തിന്റെ ബോർഡറാണ്. അവിടെയുള്ള ഒരു ചായപ്പീടിയ രാത്രി, പിന്നൊക്കെ കാടാ. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ഒരു ചായ കഴിക്കാമെന്ന് വെച്ച് വണ്ടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു 4 ചായ. എനിക്കും ഡ്രൈവർക്കും കൂടെയുള്ള 2 പേർക്കും കൂടി 4 ചായ പറഞ്ഞു. ആ പീടിയക്കാരൻ 4 ചായ കൊണ്ടെന്ന് കൊടുത്തു. വണ്ടി അവസാനം സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ചായയുടെ പൈസയൊക്കെ കൊടുത്ത് ഇയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 4 ചായ അല്ലേ അങ്ങ് തന്നത്? അതെ. പക്ഷെ 3 ഗ്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ, 1 ഗ്ലാസ് കാണാനില്ല.
ആരാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഗ്ലാസ് കേൾക്കുന്നവനാരാ? ആരെങ്കിലും വെറുതെ കൊടുത്താലും ഇപ്പൊ ചായപ്പിടിയുടെ ഗ്ലാസ് കൊണ്ടുപോയി കുപ്പി ഗ്ലാസ് ആർക്ക് വേണം? അത് അവിടെ ഉസ്താദിന്റെ വണ്ടിയിൽ നിന്ന് ആകെ 3 ഗ്ലാസ്സേ തന്നിട്ടുള്ളൂ, 4 ചായ കൊണ്ടായിട്ടുണ്ട്, 3 ഗ്ലാസ്സേ തന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ഗ്ലാസ് അങ്ങനെ നോക്കുമ്പോൾ അവിടെ അപ്പോഴാണ് ഒരു ഗ്ലാസ് കണ്ടുപിടിച്ചത്. എങ്ങനെയാണെന്നറിയോ? ഉറങ്ങാതിരിക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയി ഒരുത്തന് ചായ വാങ്ങിച്ചു കൊടുത്തത് എന്തിനാ? വീണ്ടും ഉറങ്ങാതിരിക്കാൻ. അവൻ ഈ ചായ ഗ്ലാസ് കൈ പിടിച്ച് സുഖമായി ഉറങ്ങുക. ഒരു കയ്യിൽ ചായ, രണ്ടാമത് ഉറങ്ങുക. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വുദൂ ചെയ്ത് വന്നിരിക്കുന്നത്, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് സീറ്റ് മാറി വന്നിരിക്കുന്നത്. എന്നിട്ട് ഉറക്ക് വന്നാലോ? വരും, ചിലപ്പോ വന്നിരിക്കാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, 3ാമത്തെ വട്ടവും നിനക്ക് ഉറക്ക് വന്നു പോയാൽ നീ വഅദിന്റെ മജ്ലിസായാലും ദിക്റിന്റെ മജ്ലിസായാലും ദുആയുടെ മജ്ലിസായാലും ഹദ്ദാദിന്റെ മജ്ലിസായാലും ഖുതുബിയ്യത്തിന്റെ മജ്ലിസായാലും അവിടെ ഇരിക്കാൻ പാടില്ല. നീ വേഗം പോയി കിടന്നുറങ്ങിക്കോ. കാരണം ആ ഉറക്ക് നിന്റെ ശരീരത്തിന്റെ ക്ഷീണത്തെ കുറിക്കുന്ന ഉറക്കാണ്. ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത മതമാണ് ഇസ്ലാം. ആരോഗ്യം ഹനിച്ചുകൊണ്ട് വാത് പറയാൻ പാടില്ല, ആരോഗ്യം ഹനിച്ചുകൊണ്ട് വാത് കേൾക്കാനും പാടില്ല. അതുകൊണ്ട് ആരോഗ്യത്തിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഉറങ്ങി ഫ്രഷായിക്കോ. അതിന് 2 കടമ്പകൾ കഴിയണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സദസ്സിൽ ഇനി ആർക്കെങ്കിലും ഓർക്ക് വരുന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറഞ്ഞ രൂപത്തിൽ സീറ്റ് മാറുക, രണ്ടാമത് പോയി ഒതു കൊടുത്തിട്ട് ഓർക്ക് വരുന്നുണ്ടോ നിങ്ങൾക്ക് പോകാം കേട്ടോ. അത് ഇസ്ലാമിന്റെ നിയമമാണ്, നിയമം തന്നെയാണ്. അങ്ങനത്തെ ആളുകളെ പറഞ്ഞിട്ട് വായു പറഞ്ഞിട്ട് കാര്യമല്ല. അവരെ വായതുമില്ല ഉറപ്പില്ലാതെ. ഞാൻ കണ്ണൂർ ഒരു വായതിന് പോയപ്പോഴേ കണ്ണൂർ ഉപവായന്ന് പാടില്ല കേട്ടോ. കണ്ണൂർ ഒരു വായതിന് പോയപ്പോ വായതിങ്ങനെ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഒരു 10,000-4,000 കോടി രൂപ ആസ്തിയുള്ള ഒരു മുതലാളിയാണ്. അയാളെ വായതിന് വിളിച്ചാൽ പോയിട്ട് വേറെ പരിപാടിക്ക് വിളിച്ചാൽ പോലെ അയാൾ ഒരു മിനിറ്റ് സ്റ്റേജിൽ വന്നിരിക്കുന്നു. വായല് തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് സദസ്സിലിരുന്നു. ഞാൻ എന്റെ മര്യാദ കൊണ്ട് ഓരോരുത്തർക്കും അല്ലാഹു തആല കൊടുത്ത ഓരോ പവറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സമ്പത്ത് ഒരു അനുഗ്രഹമാണ്, അതെല്ലാവർക്കും കിട്ടില്ല. ഖുർആനിൽ അതിനെപ്പറ്റി പറഞ്ഞത് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മയ്യശാ. സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന. എല്ലാരും യൂസുഫ് അലി ആവില്ല, എല്ലാരും ഗൽഫാർ മുഹമ്മദ് അലി ആവില്ല, എത്ര കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മയ്യശാ. ഖുർആൻ അതിനെപ്പറ്റി അങ്ങനെയാ പറഞ്ഞത്. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹിന്റെ അനുഗ്രഹമാണ്. യുഅ്തീഹി മയ്യശാ, അള്ളാഹു അത് ഉദ്ദേശിച്ചവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അത് അനുഗ്രഹം കിട്ടിയവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഒരു മുതലാളി വന്നിരുന്നപ്പോ ഞാൻ എന്റെ സാമാന്യ മര്യാദക്ക് പറഞ്ഞു, സ്റ്റേജിൽ ഇങ്ങോട്ട് കയറി. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇരുന്നോളാം. വയല് കഴിയുന്നത് വരെ അദ്ദേഹം, ദുആ കഴിയുന്നത് വരെ അദ്ദേഹം. അതൊക്കെ കഴിഞ്ഞിട്ട് ദുആയും കഴിഞ്ഞു വയലും കഴിഞ്ഞ് പിരിഞ്ഞു പോവുക. ഞങ്ങൾ തമ്മിലൊന്ന് കണ്ട് കൈപിടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, സന്തോഷം, കാരണം നിങ്ങളെപ്പോലത്തെ ആളുകളൊന്നും ഇത്ര സമയമൊന്നും വയല് കേൾക്കാൻ കിട്ടാറില്ല. ബിസിനസ് തിരക്കല്ലേ. അതുകൊണ്ട് എന്തായാലും ഇന്ന് വാല് കേൾക്കാൻ നിങ്ങളെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ സംഗതിയൊക്കെ നിങ്ങൾ പറഞ്ഞേ ശരിയാ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തു വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന് കൂലി നൽകിയ അവന്റെ നിയ്യത്ത് പ്രകാരം. അപ്പൊ നിങ്ങൾ ഇവിടെ വാല് കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്, എങ്ങനെ വരാതിരിക്കുക? തൊട്ടടുത്ത് വാല് നടക്കുമ്പോൾ കുറച്ചേരം പോയിരിക്കാം, പറ്റിയില്ലെങ്കിൽ നീച്ചു പോരാ. അങ്ങനെ വന്നിരുന്നാൽ അവൻ അതിന്റെ കൂലി കിട്ടും. വേറൊരുത്തൻ നിയ്യത്ത് ചെയ്തു, അള്ളാഹുവിന്റെ ഇൽമാണ് അവിടെ പറയുന്നത്, അള്ളാഹുവിന്റെ ദീനാണ് അവിടെ പറയുന്നത്. അത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചിട്ട് ജീവിതത്തിൽ പകർത്തണം എന്ന് നിയ്യത്ത് ചെയ്ത് കൊണ്ടുവന്നിരുന്നാൽ അവൻ അതിന്റെ കൂലി കിട്ടും. ഏത് നിയ്യത്ത് പ്രകാരമാണോ ഒരുത്തൻ വന്നിരുന്നത് അവൻ അതിന്റെ കൂലിയുണ്ട്. അതാണ് റസൂൽ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കലവന്റെ നിയ്യത്ത് കൊണ്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. മനുഷ്യന് അവൻ കരുതിയത് നേടുമെന്ന് ഖാല റസൂലുള്ളാഹി
ഉസ്താദിനോട് ഇപ്പൊ ഞാൻ സത്യം പറയട്ടെ ഉസ്താദെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ദീർഘമായ യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നതാ, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ സംഭവം എന്ന് അറിയാം? ഇതിന്റെ സംഘാടകര് ഇതിന്റെ ബോക്സ് തിരിച്ചു വെച്ചിരിക്കുന്നത് എന്റെ വീട്ടിലേക്ക്. അവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല. എന്റെ ബെഡ്റൂമിൽ കിടന്ന അലക്ക ഇതിന്റെ എക്കോ. സത്യം പറയട്ടെ, ഞാൻ സദസ്സിൽ വന്നിരുന്നതേ ഓർമ്മയുള്ളൂ. ഇപ്പൊ സലാത്ത് ചെല്ലുമ്പോഴാണ് നീച്ചത്. സുഖായി ഉറങ്ങി. യാതൊരു ശല്യം ഇവിടെ ഇല്ല. വീട്ടിലാണ് ഇതിന്റെ എക്കോ മുഴുവൻ കിടന്നിട്ട് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് അവിടെ കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ വന്നിരുന്നതാണ്. ഇപ്പൊ സദസ്സിൽ വന്നിരിക്കലുമായി ഉറങ്ങലുമായി. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവാം. ആ കാറ്റഗറിയിൽ നമ്മൾ പെട്ടുപോകരുത് കേട്ടോ. അതുകൊണ്ട് ഉറക്ക് വന്നാൽ നിങ്ങൾ 1 2 3 മൂന്നാമത്തെ കാറ്റഗറിയിൽ നിങ്ങൾ നീങ്ങിയാൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ എക്സ്ക്യൂസ് ഇല്ല. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് കഴിച്ചിലാവും. ചില ആളുകളല്ല, മൗലിയന്മാരല്ലാത്തവരൊക്കെ പറയും. ചിലപ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് പല ആളുകളും വന്നിട്ട്, നിങ്ങൾ മുസ്ലിയാക്കന്മാരൊന്നും കഴിച്ചിലാവില്ല, നിങ്ങൾ വിവരമുള്ളവരല്ലേ, അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ കഴിച്ചിലാവില്ല, ഞങ്ങൾ കഴിച്ചിലാവും. ഞങ്ങൾ അവിടെ വിവരമില്ലാന്ന് പറയും. എന്താ നിങ്ങൾ കേട്ടോ, മുസ്ലിയാക്കന്മാര് കഴിച്ചിലായാലും നിങ്ങൾ കഴിച്ചിലാവാൻ പോണില്ല. മുസ്ലിയാർക്ക് തെറ്റ് ചെയ്തതിന് ഒരൊറ്റ അടി കിട്ടും. പക്ഷെ ആ ഒറ്റ അടി 2 അടിയുടെ സ്ട്രോങ് ഉണ്ടാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഓൺലി. പക്ഷേ വിവരമില്ലാത്തവൻ തെറ്റ് ചെയ്തതിന് അടി 2. എന്താ കാരണം? ഒന്നാമത് തെറ്റ് ചെയ്തതിനുള്ള പനിഷ്മെന്റ്, രണ്ടാമതൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്, എന്തുകൊണ്ട് വിവരം ഉണ്ടാക്കിയില്ല? എനിക്ക് വിവരം ഉണ്ടായില്ല, അതുകൊണ്ടാ പടച്ചോനെ ഞാൻ കള്ളുടിച്ചത്. എനിക്ക് വിവരം ഉണ്ടായില്ല, അതുകൊണ്ടാ പടച്ചോനെ ഞാൻ ഹാൻഡ്സ് വെച്ചത്. എനിക്ക് വിവരം ഉണ്ടായില്ല പടച്ചോനെ, അതുകൊണ്ടാ ഞാൻ പാൻപരാഗ് തിരികെ വെച്ചത്. എനിക്ക് വിവരം ഉണ്ടായില്ല പടച്ചോനെ, അതുകൊണ്ടാ ഞാൻ പോയിട്ട് ഹറാമ് ചെയ്തത് എന്ന് പറഞ്ഞൊരൊറ്റ മനുഷ്യനും ആണാവട്ടെ പെണ്ണാവട്ടെ കഴിച്ചിലാവാൻ വേണ്ടി പോകുന്നില്ല. ഇസ്ലാമിൽ 2 ജാഹിലുണ്ട്. ഒന്ന് ഉദുറുള്ള ജാഹിലുണ്ട്, 2 ഉദുറില്ലാത്ത ജാഹിലുണ്ട്. ഉദുറുള്ള ജാഹിൽ എന്ന് പറഞ്ഞാൽ കാരണം ബോധിപ്പിക്കാൻ പറ്റുന്ന വിവരക്കേടുണ്ട്, കാരണം ബോധിപ്പിക്കാൻ പറ്റാത്ത വിവരക്കേടുണ്ട്. 2 സൈസ് വിവരക്കേട് ഇസ്ലാമിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് കഴിച്ചിലാകണമെങ്കിൽ നിങ്ങൾ ആരും, എനി പേഴ്സൺ, ഈ മജ്‌ലിസിലിരിക്കുന്ന ഒറ്റ മനുഷ്യനോ നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് കഴിച്ചിലാവാൻ പറ്റില്ല. കഴിച്ചിലാവാൻ പറ്റുന്ന ആളുണ്ട്. അതാരാ? നിങ്ങൾ ആരുമല്ല. നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരും വിവരമില്ല എന്ന് പറഞ്ഞ് പടച്ചോന്റെ മുമ്പ് കഴിച്ചിലാവാൻ പോണില്ല. കഴിച്ചിലാവുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവരാരാന്നറിയോ? 120 മൈൽ അപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി. അയാൾക്കൊരു ആലിമിനെ കാണണമെങ്കിൽ 120 മൈൽ യാത്ര ചെയ്യണം. അയാൾക്കൊരു വഅദ് കേൾക്കണമെങ്കിൽ 120 മൈൽ യാത്ര ചെയ്യണം. അയാൾക്കൊരു വഅദിന്റെ കാസറ്റ് കിട്ടണമെങ്കിൽ 120 മൈൽ യാത്ര ചെയ്യണം. അയാൾക്ക് ഇൽമു പഠിക്കണമെങ്കിൽ 120 മൈൽ യാത്ര ചെയ്യണം. അത്രയും അകലെ ആലിമീങ്ങളുമായി വിജനമായ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ അറിവില്ലായ്മ കൊണ്ടൊരു തെറ്റ് ചെയ്ത് നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നാൽ, നീ എന്തുകൊണ്ട് വിവരമില്ലായ്മ ചെയ്തു എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാൻ, പടച്ചവനെ, ഞാൻ പണ്ഡിതന്മാരുമായി വിവരമുള്ളവരുമായി അറിവ് സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് 120 മൈൽ ജമ്മിന്റെ കസറിന്റെ വഴിദൂരത്തിന്റെ അപ്പുറത്തായിരുന്നു എന്റെ താമസമുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇസ്ലാം മതത്തിൽ അതേ അല്ലാഹു തആല കാരണം ബോധിപ്പിച്ചാൽ മാപ്പ് കൊടുക്കും. രണ്ടാമത് വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാണെന്നറിയോ? ഇന്നലെ വരെ ആള് മുസ്ലിമല്ല, ഇന്നാളങ്ങ് മുസ്ലിമായിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ആള് മരണപ്പെട്ടു പോയി. ആള് അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിമായ വ്യക്തിയാണ്. അയാൾക്ക് നിസ്കാരത്തിന്റെ ശർത്ത് അറിയില്ല, ഫർദ് അറിയില്ല. അയാൾക്ക് ഇസ്ലാമിന്റെ നിയമം അറിയില്ല, മസല അറിയില്ല.
അയാൾക്ക് സക്കാത്തിന്റെ ഖദററിയില്ല, കണക്കറിയില്ല. അത് പഠിക്കുന്നതിന്റെ മുമ്പ്, സമയം കിട്ടാത്തതിന്റെ മുമ്പ് അയാളങ്ങ് മരണപ്പെട്ടു പോയി. അയാളും റബ്ബിന്റെ കോടതിയിൽ കൈച്ചലാകുന്നവനാണ്. എന്നാൽ നമ്മുടെ മജ്‌ലിസിലുള്ള നിങ്ങള് ആലിമീങ്ങളെ കാണുന്നവരല്ലേ? ജനിച്ചിട്ട് പതിറ്റാണ്ടുകളായില്ലേ? ഒരു മുസ്ലിമായിരിക്കുന്ന ബാപ്പയുടെ ബീജത്തുള്ളിയിൽ നിന്ന് ഒരു മുസ്ലിമായിരിക്കുന്ന മുസ്ലിമത്തായ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ പിറക്കപ്പെട്ടവരല്ലേ? എന്തുകൊണ്ടും റബ്ബിന്റെ മുമ്പിൽ എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും നമ്മുടെ മജ്‌ലിസിലുള്ള ഒരാൾക്കുമില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്, ഇസ്ലാമിലുള്ള പെണ്ണിന്റെ സ്റ്റാറ്റസ് സംബന്ധിച്ചാണ്, ഇസ്ലാമിലുള്ള പെണ്ണിന്റെ ഫ്രീഡം സംബന്ധിച്ചാണ്, ഇസ്ലാമിലുള്ള പെണ്ണിന്റെ ആനുകൂല്യം സംബന്ധിച്ചാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പൂർവികമായ ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് പോയത്, പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കപ്പെട്ടത്. അപ്പോഴാണ് പെണ്ണാരാണെന്ന് നമുക്കറിയുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് മെൻസസ് ഉണ്ടായപ്പോ ആയിഷ ബീബി ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. വലിയ പണ്ഡിതയാണ് ആയിഷ ബീവി. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആയിഷാന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നീയാണ് പണ്ഡിത, നീയാണ് പണ്ഡിത, നീയാണ് പണ്ഡിത, നീ പണ്ഡിതയാണ് എന്ന് റസൂലുള്ളാഹി ആയിഷാന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആയിഷ ബീവി ലോകമറിയപ്പെട്ട പണ്ഡിതയാണ്. ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലഘട്ടത്തിൽ മെൻസസ് ഉണ്ടായ പെണ്ണ് പടിയുടെ പുറത്തായിരുന്നു ആ കാലം. ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായപ്പോ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് മെൻസസ് ഉള്ള പെണ്ണ് ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ പാടില്ല, ഭർത്താവിന്റെ വീട്ടിലും താമസിക്കാൻ പാടില്ല. അവള് വീടിന്റെ പുറത്ത് ഒരു ഷെഡ് കെട്ടി അതിലവള് ഭക്ഷണം, താമസം, വിസർജനമൊക്കെ ഒറ്റക്ക് നിർവഹിക്കണം. മെൻസസ് ഉണ്ടായ ഇന്നും വയനാട് ജില്ലയിലെ ചില ആദിവാസി ഊരുകളിൽ ഈ പ്രാകൃത സമ്പ്രദായം നിലനിൽക്കുന്നതായി ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ആദിവാസി ഊരുകളില്, വയനാട് ജില്ലയിലെ ചില ആദിവാസി ഊരുകളിൽ ഇന്നും പെണ്ണിന് മെൻസസ് ഉണ്ടായാൽ, അവൾ അശുദ്ധിക്കാരിയായാൽ അവളെ വീടിന്റെ പുറത്ത് നിർത്തിക്കൊണ്ട് കുടിലുകളിൽ കൊണ്ടുപോയി താമസിച്ചുകൊണ്ട് അവളുടെ ഭക്ഷണം വേറെ, അവളുടെ വസ്ത്രം വേറെ, അവളുടെ വിസർജനം വേറെ, അവളുടെ ശ്വാസം പോലും ഏൽക്കാത്ത നിലക്ക് വീട്ടിൽ നിന്ന് ഒഴിച്ചിടപ്പെടുന്ന ഒരു കാലഘട്ടം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നബി തങ്ങൾ ചെല്ലുമ്പോ ആയിഷ ബീബി റസൂലുള്ളാഹിനെ കണ്ടപ്പോ വീടിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ഓടി. വയസ്സ് 9 ആയിട്ടുള്ളൂ. ഓടിയപ്പോ റസൂലുള്ള പിറകെ ചെന്നു. ആയിഷ വിളിച്ചു. ആയിഷ ബീബി നിൽക്കുന്നില്ല. റസൂലുള്ള ഓടി, ആയിഷ ബീബി ഓടന്നെ. അങ്ങനെ ഓടിയപ്പോ വീണ്ടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകെ പോയി വിളിച്ചു, ആയിഷ നിൽക്കെവിടെ എന്ന് പറഞ്ഞു. ആയിഷ ബീബി പറഞ്ഞു, നബിയെ ഞാൻ നിൽക്കില്ല, അങ്ങേക്ക് ഇപ്പൊ എന്നെ കാണാൻ പാടില്ല, അങ്ങേക്ക് ഇപ്പൊ എന്നെ തൊടാൻ പാടില്ല, അങ്ങയുടെ കൂടെ എനിക്ക് താമസിക്കാൻ പാടില്ല, അങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പാടില്ല, അങ്ങക്ക് ചായ കൊണ്ടുവരാൻ പാടില്ല, അങ്ങയുടെ വിരിപ്പിൽ ഇരിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ ആയിഷ നീ പറയുന്നത്? വിഡ്ഢിത്തരം. എന്നെ കാണാൻ പാടില്ലാന്നോ, എന്റെ വിരിപ്പിലിരിക്കാൻ പാടില്ലാന്നോ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലാന്നോ, എന്താ കാരണം? ആയിഷ ബീവി പറഞ്ഞു, ഞാൻ മെൻസസ് ഉള്ള പെണ്ണാണ്, ഹൈലുകാരിയാണ്, ഞാൻ ഹൈലുകാരിയാണ്, പിരീഡുള്ള പെണ്ണാണ്, മെൻസസ് ഉള്ളവളാണ്. അതുകൊണ്ട് ഇപ്പൊ തങ്ങളും ഞാനും ബന്ധപ്പെടാൻ പാടില്ല, ഞാൻ വേറെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ആയിഷ ബീവിനെ ഒരു കൈ കൊണ്ട് ഇങ്ങോട്ട് കടന്നു പിടിച്ചു. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ആയിഷാനങ്ങ് വലിച്ചിട്ട് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി.